ഹലോ മക്കളെ, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു ടോപ്പിക് ആണ് ശരിക്കും പറഞ്ഞാൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ശരിക്കും ഈ CGS, FPS, MKS എന്നൊക്കെ പറയുന്ന എന്താണെന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായിരിക്കും. സോ ആ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ക്ലിയർ ആക്കി സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്? ഒന്നുമില്ല, യൂണിറ്റുകളുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റും തമ്മിലുള്ള എന്ത് ചെയ്യാം ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഓരോ നാട്ടിലും ഓരോ യൂണിറ്റ് സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കുന്നത്. ചില നാടുകളിൽ ലെങ്ത്തിന് ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, സെന്റിമീറ്റർ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം, നമ്മൾ കിണറൊക്കെ കുഴിക്കുന്ന സമയത്ത് പറയാറുണ്ട്, 10 അടി 10 കോല് താഴ്ചയിലാണ് വെള്ളം കിട്ടുക, അല്ലെങ്കിൽ 100 കോല് താഴ്ചയിലാണ് വെള്ളം കിട്ടുക എന്ന് പറയുമ്പോൾ ഈ കോൽ എന്ന് പറയുന്ന യൂണിറ്റിലല്ലേ നമ്മുടെ നാട്ടില് ലെങ്ത്തിന് ഉപയോഗിക്കുന്നത്. അതേപോലെ ഓരോ നാടുകളിലും ലെങ്ത്തിന് പെർട്ടിക്കുലർലി ഒരു യൂണിറ്റ് ആയിരിക്കും അവർ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. മാസിന് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ആയിരിക്കും ഉപയോഗിക്കാറുള്ളത്. ടൈമിന് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ആയിരിക്കും ഉപയോഗിക്കാറുള്ളത്. സോ ഓരോ നാട്ടിലെയും ഓരോ യൂണിറ്റുകളുടെ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം തന്നെ CGS സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തിനെയാണ്. ഇത് ഏത് നാട്ടിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രാൻസിലാണ് ഈ സിസ്റ്റം നിലവിൽ ഉണ്ടായിരുന്നത്. സോ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന സിസ്റ്റം പ്രകാരം ലെങ്ത് അവർ മെഷർ ചെയ്യുന്നത് സെന്റിമീറ്ററിലാണ്. അതിനെ നമുക്ക് CM എന്ന് പറയാം. ഓക്കെ, മാസ് മെഷർ ചെയ്യുന്നത് ഗ്രാമിലാണ്, ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. സോ ഈ സിസ്റ്റം പ്രകാരം ലെങ്ത്, മാസ്, ടൈം മെഷർ ചെയ്യുന്നത് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് എന്ന് പറയുന്ന രീതിയിലാണ്. അതേപോലെ തന്നെ FPS സിസ്റ്റം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സിസ്റ്റം. ഈ സിസ്റ്റം പ്രകാരം പ്രധാനപ്പെട്ട 3 ആളുകളാണ് ലെങ്ത്, മാസ്, ടൈം. ഓക്കെ, നമ്മൾ പഠിക്കുന്ന മെക്കാനിക്സിലെ പ്രധാനപ്പെട്ട 3 ആളുകളാണ് ലെങ്ത്, മാസ്, ടൈം. ഇതിൽ ലെങ്ത് മെഷർ ചെയ്യുന്നത് ഫൂട്ടിലാണ്, മാസ് മെഷർ ചെയ്യുന്നത് പൗണ്ടിലാണ്, ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. സോ ഈ FPS സിസ്റ്റം പ്രകാരം ലെങ്ത്, മാസ്, ടൈം മെഷർ ചെയ്യുന്നത് ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഓക്കെ, ഇതിന്റെ ആദ്യത്തെ ലെറ്റർ ആണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന്റെ പേര് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ മൂന്നാമതായിട്ട് MKS സിസ്റ്റം. ഇതും നിലവിലുണ്ടായിരുന്നത് എവിടെയാണ്? FPS സിസ്റ്റം നിലവിലുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞില്ലല്ലോ. FPS സിസ്റ്റം നിലവിലുണ്ടായിരുന്നത് ബ്രിട്ടനിലാണ്. അതുപോലെ തന്നെ MKS സിസ്റ്റം എന്ന് പറയുന്നത്, MKS സിസ്റ്റം നിലവിലുണ്ടായിരുന്നതും ഫ്രാൻസിലാണ്. ഓക്കെ, ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് MKS സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം പ്രകാരം ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ്, മാസ് മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലാണ്, ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. ഇത് നമുക്കൊരു കാര്യം മനസ്സിലായി, ഓരോ നാട്ടിലും ഓരോ യൂണിറ്റ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ 1960കളിൽ ഫ്രാൻസിൽ വെച്ചൊരു കോൺഫറൻസ് ചേർന്നു. ആ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ സിസ്റ്റത്തിന്റെ പേരാണ് SI സിസ്റ്റം. ഓക്കെ, ഇതൊരു ഫ്രഞ്ച് വേർഡ്, അല്ലെങ്കിൽ എന്താ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഫ്രഞ്ച് വേർഡ് ആണ്. എന്താണ്, സിസ്റ്റമേ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വേർഡ് ആണ്. അതിനെ ഷോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ SI എന്ന് വിളിക്കുന്നത്. ഈ ഇന്റർനാഷണൽ സിസ്റ്റം പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്നും 22 ഡിറൈവ്ഡ്, അല്ലെ, 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളും അതുപോലെ തന്നെ 22 ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ 7 ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് നമ്മുടെ എക്സാമിന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഏതാണ് ഈ 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ? മക്കളെ നോക്കാം, ഇതിനകത്ത് ലെങ്ത് എന്ന് പറയുന്ന ആളുടെ യൂണിറ്റ് മീറ്റർ ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതിന് നമ്മൾ സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നത് സ്മോൾ ലെറ്റർ M ആണ്. ദെൻ മാസ് ആണ് നമുക്ക് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് പഠിക്കാനുള്ളത്. അതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അതിന്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ kg ആണ്. ദെൻ ടൈം ആണെങ്കിൽ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ്. ദെൻ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്മോൾ ലെറ്റർ S ആണ് അതിന്റെ സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നത്. ദെൻ ടൈം കഴിഞ്ഞ് ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ യൂണിറ്റ് കൊടുക്കുക കെൽവിൻ ആണ്. നമുക്ക് ഡിഗ്രി സെൽഷ്യസോ അതുപോലെ തന്നെ വേറെ ഫാരൻഹീറ്റോ ഒന്നും അല്ല നമ്മൾ SI യൂണിറ്റ് ആയിട്ട് കൊടുക്കുക, കെൽവിൻ ആണ് കൊടുക്കുക. ഇതൊരു പേരായതുകൊണ്ട്, ഒരാളുടെ പേരായതുകൊണ്ട്, സയന്റിസ്റ്റിന്റെ പേരായതുകൊണ്ട് നമ്മൾ സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുക. സോ ക്യാപിറ്റൽ K ആണ് അവിടെ വരുന്നത്. ദെൻ ഇലക്ട്രിക് കറണ്ട് ആണ് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിന്റെ SI യൂണിറ്റ് ആംബിയർ ആണ്. അതിനെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ക്യാപിറ്റൽ A. ഓഫ് കോഴ്സ് അതും ഒരാളുടെ പേരാണ്, അതുകൊണ്ടാണ് ക്യാപിറ്റൽ A നമ്മൾ കൊടുക്കുന്നത്. ദെൻ ലൂമിനസ് ഇന്റൻസിറ്റി, പ്രകാശ തീവ്രത എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് കാൻഡില എന്ന് പറയുന്നതാണ്. അത് നമ്മൾ സ്മോൾ ലെറ്റർ CD എന്ന് കൊടുക്കും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും പദാർത്ഥങ്ങളുടെ അളവ്. ഈ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മോൾ ആണ്. അതിനെ നമ്മൾ ഷോർട്ട് ചെയ്ത് MOL എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതും. ഇതാണ് 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ SI യൂണിറ്റും. എപ്പോഴും എക്സാമിന് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ടേബിളിൽ കാണുന്നത്. സോ ഈ ടേബിള് നിങ്ങൾ എന്ത് പഠിച്ചില്ലെങ്കിലും ഈ ടേബിള് നിർബന്ധമായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ, ഞാനിപ്പോൾ എടുത്ത ടോപ്പിക്കിന്റെ അകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. സോ വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. സോ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.